Hi everyone, welcome to AVS Academy. AVSന്റെ യൂട്യൂബ് ചാനലായ പ്രിയ സിവിൽ സ്റ്റഡി സർക്കിളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ സിവിൽ സർവീസിന്റെ പ്രിലിംസ് പരീക്ഷയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതായത് 10 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാ സബ്ജക്റ്റിന്റെയും. അപ്പോൾ നമ്മൾ എക്കണോമിക്സിന്റെ ഡിസ്കഷൻ 2014, 15, 16 വർഷങ്ങളിലേത് കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് നമ്മൾ 2017ലേക്ക് കിടക്കണം. ഓക്കെ, 2016 കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2 വീഡിയോയിലായിട്ട് നമ്മളത് ഫുള്ള് കവർ ചെയ്തു. ഇന്നിപ്പം നമ്മൾ 2017 ചോദിച്ചിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും, ഏകദേശം 15ഓളം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് 2017. ഓക്കെ, അപ്പം ആ 15 ചോദ്യങ്ങളും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യും. അപ്പം ഇതിനൊപ്പം നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈനായിട്ട് സിവിൽ സർവീസിന്റെ ഫുൾ സിലബസ് നമ്മൾ കവർ ചെയ്യുന്ന വിധത്തിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീക്കെൻഡ് ബാച്ചുകളും ഉണ്ട്, ഫുൾ ടൈം ബാച്ചുകളുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഡിസ്കഷൻ സീരീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, ഓക്കെ, അപ്പം ഇതിന്റെ ഒപ്പം കോച്ചിങ് കൊണ്ടുപോകേണ്ട താല്പര്യമുണ്ട്, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ ക്ലാസ്സുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം പേഴ്സണൽ മെന്റർഷിപ്പും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം എന്താണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അത് ഒരു പരിധി കൂടുതൽ നമുക്ക് ഒരു പരിധിയിൽ നിന്നല്ല, വളരെ മിനിമലായിട്ട് മാത്രമേ നമുക്ക് കൺസെപ്റ്റുകളിലേക്കൊക്കെ കടക്കാനായിട്ടുള്ള സമയം കിട്ടത്തുള്ളൂ. അപ്പോൾ കുറെ കൂടെ സീരിയസ് ആയിട്ട് സീരിയസ് ആസ്പിരന്റ് ആണെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിനെ കുറിച്ച് പരിഗണിക്കാം. കാരണം ഈ ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റുകൾ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള സീരീസിലൂടെ കവർ ചെയ്ത് തരാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഇത് ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് ഫുൾ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. റൈറ്റ്, അപ്പം അങ്ങനെ ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അക്കാഡമിയിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. റൈറ്റ്, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. 2017 UPSC എക്കണോമിക്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, NBCI. NBCI helps in promoting the financial inclusion in the country. Financial inclusion in the country. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. NBCIനെ കുറിച്ചാണ് ചോദ്യം. NBCI എന്തിന് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷന് ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. റൈറ്റ്, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. ഓക്കെ, ഒന്ന് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഫിനാൻഷ്യൽ ഇൻക്ലൂഷനിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒന്ന് അഫോർഡബിലിറ്റിയാണ്. ഓക്കെ, അതായത് മിനിമൽ കോസ്റ്റിൽ നമുക്ക് ഈ എക്കണോമിക് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രൊഡക്ട്സ് അവൈലബിൾ ആക്കണം. ഓക്കെ, ആളുകൾ എല്ലാവർക്കും അവൈലബിൾ ആക്കണം. രണ്ടാമത്തേത് ആക്സസിബിലിറ്റി ആണ്. അതായത് എല്ലാ നോക്ക് ആൻഡ് കോർണറിലും എല്ലാവർക്കും ഇത് ആക്സസ് ചെയ്യാൻ പറ്റണം. ഒന്ന് കോസ്റ്റ് മിനിമം ആയിരിക്കണം, രണ്ടാമത്തേത് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റണം. ഈ 2 പ്രധാന കമ്പോണൻസ് ആണ് എന്ത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷനിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിന് NBCI ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദ്യം. എന്താ തോന്നുന്നത്? NBCI തീർച്ചയായിട്ടും ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷനിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം NBCI എന്താ ചെയ്യുന്നത്? NBCI UPI അത് കോർഡിനേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്നത് NBCI ആണ്. പിന്നെ അല്ലെങ്കിൽ ഈ IMBS, പിന്നെ അല്ലെങ്കിൽ ഈ ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റം, ഇതൊക്കെ ആരാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്? ഇതെല്ലാം വരുന്നത് NBCIയുടെ കീഴിലാണ്. ഓക്കെ, അപ്പൊ ഈ ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റം ഒക്കെ വരുമ്പോൾ എന്താണ്, അത് രാജ്യത്തെ എല്ലാ ആളുകളുടെ കയ്യിലും ആധാർ ഉണ്ട്. ഓക്കെ, അപ്പൊ തന്നെ അതൊരു ഇൻക്ലൂസീവ് അപ്രോച്ച് ആയി. ഓക്കെ, അപ്പം ആധാറുള്ള എല്ലാവർക്കും ഈ പേയ്മെന്റ് സിസ്റ്റത്തിൽ ഭാഗമാകാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷനിലേക്ക് കടന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ശരിയാണെന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, NBCI ഇങ്ങനെയുള്ള UPI, IMBS അല്ലെങ്കിൽ ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റം അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വഴി ഫിനാൻഷ്യൽ ഇൻക്ലൂഷന് NBCI ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. റൈറ്റ്, രണ്ടാമത്തെ എന്താണ്? NBCI ഹാസ് ലോഞ്ച് റുപേ കാർഡിനെ കുറിച്ച്. NBCI ഹാസ് ലോഞ്ച് റുപേ, എ കാർഡ് പേയ്മെന്റ് സ്കീം. അതായത് റുപേ ആരുടെയാണ്? NBCIയുടെ ആണോ എന്നാണ് ചോദ്യം. എന്താണ്? NBCIയുടെ ആണോ? ശരിയാണ്, റുപേ എന്ന് പറയുന്ന കാർഡ് NBCI ഇറക്കിയതാണ്.
കാരണം NBCI ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ വേണം. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റം, UPI IMPC എല്ലാം കൊണ്ടുവരുന്നത്. ഓക്കെ, എല്ലാവർക്കും ഈ ഫിനാൻഷ്യൽ പ്രൊഡക്ട്സ് ആക്സസ് ചെയ്യാൻ പറ്റണം, അതും അഫോർഡബിൾ കോസ്റ്റിൽ. ഓക്കെ, അഫോർഡബിൾ കോസ്റ്റിൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പം എന്താണ് ജൻധൻ അക്കൗണ്ടുകളെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അവിടെ എന്താണ് 0 ബാലൻസിൽ നമുക്ക് അക്കൗണ്ട് തുടങ്ങാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം പക്ഷേ ഈ 0 ബാലൻസിൽ അക്കൗണ്ട് തുടങ്ങിയാൽ തന്നെ, അതായത് അപ്പം മില്യൺസ് ഓഫ് യൂസേഴ്സ് അവിടെ വന്നു കഴിഞ്ഞു. ഈ മില്യൺസ് ഓഫ് യൂസേഴ്സ് എല്ലാം കൂടെ നേരിട്ട് എന്താണ് ബാങ്ക് ബ്രാഞ്ചിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു ബാങ്ക് ബ്രാഞ്ചിനും അത് എന്താണ് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല, അവർക്ക് ഭയങ്കര ഓവർലോഡ് ആവും. ഓക്കെ, അപ്പം എന്ത് ചെയ്യണം? അവർക്ക് കാർഡുകളും കൂടെ പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ ഈ എന്താണ് ജൻധൻ അക്കൗണ്ടുകളുടെയൊക്കെ ഒരു ഗോൾ അവിടെ കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? പക്ഷേ ഈ കാർഡ് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അത് ഗവൺമെന്റിന്റേതല്ല, അത് മൾട്ടിനാഷണൽ കമ്പനീസിനാണ്. ഇപ്പം വിസ കാർഡ്, മാസ്റ്റർ കാർഡ് അതൊക്കെ വരുമ്പോഴത്തേനും അത് പ്രൈവറ്റ് കമ്പനീസിന്റെ ആണ്. ഓക്കെ, അപ്പം ഗവൺമെന്റ് എന്ത് ചെയ്തു? ഈ 0 ബാലൻസിൽ അക്കൗണ്ട് തുടങ്ങുക മാത്രമല്ല, അവർക്ക് എന്താണ് ഫ്രീ ആയിട്ട് കാർഡുകളും പ്രൊവൈഡ് ചെയ്തു. അതിന് വേണ്ടിയിട്ട് NBCI വഴി റുപ്പേ കാർഡും ഇറക്കി. ഓക്കെ, അപ്പോൾ NBCI ആണ് ഈ റുപ്പേ കാർഡ് ലോഞ്ച് ചെയ്യുന്നുള്ള രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പം അതുവഴി വേറൊരു എന്താണ് ഗുണം കൂടി ഗവൺമെന്റ്. ഇപ്പം ഓരോ കാർഡും നമ്മൾ യൂസ് ചെയ്യുമ്പോഴും എന്താണ് അതിന് ഒന്ന് കോസ്റ്റ് കൊടുക്കണം. അതായത് ഇപ്പം ATM കാർഡിന്റെ ഒക്കെ ആണെങ്കിൽ മെയിൻ്റെനൻസ് ചാർജ് എന്നൊക്കെ പറഞ്ഞ് എല്ലാ വർഷവും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നൊക്കെ എന്താണ് ഒരു ഡെബിറ്റ് ഉണ്ടാവുന്നൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഇപ്പോൾ റുപ്പേ കാർഡിനാണെങ്കിൽ അങ്ങനെ പ്രശ്നമില്ല. അത് മാത്രമല്ല, ഇപ്പം റുപ്പേ കാർഡിലേക്ക് വേണ്ടിയിട്ട് ഇവർ കളക്ട് ചെയ്യുന്ന ഡേറ്റ അത് ലോക്കലൈസ്ഡ് ആയിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും. അതായത് ഇന്ത്യയിൽ തന്നെ നമുക്ക് ഇന്ത്യൻ കസ്റ്റമേഴ്സിന്റെ ഡേറ്റ സൂക്ഷിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഈ 2 ഗുണങ്ങളാണ് റുപ്പേ കാർഡ് വഴിയുള്ളത്. എനിവേ സ്റ്റേറ്റ്മെന്റ് ഇത്ര ചോദിച്ചിട്ടുള്ളൂ, NBCIയുടെ ആണോ റുപ്പേ കാർഡ് എന്നാണ്. ശരിയാണ്, NBCIയുടെ തന്നെയാണ്. ഒന്നാമത്തേതും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെന്റിൽ ശരിയാണ്. ആൻസർ വരുമ്പോൾ ബോത്ത് 1 and 2. ഓപ്ഷൻ സി ആണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, which of the following is a most likely consequence of implementing unified payments interface or UPI? അതായത് UPI ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട കോൺസിക്വൻസ് ആയിട്ട് വരുന്നത് ഏതാണെന്നാണ്. ഓപ്ഷൻ എ, മൊബൈൽ വാലറ്റ്സ് വിൽ നോട്ട് ബി നെസസറി ഫോർ ഓൺലൈൻ പേയ്മെന്റ്സ്. ഓപ്ഷൻ ബി, ഡിജിറ്റൽ കറൻസി വിൽ ടോട്ടലി റീപ്ലേസ് ദ ഫിസിക്കൽ കറൻസി ഇൻ അബൌട്ട് 2 weeks. ഇതൊന്നുകൂടെ വായിച്ചു നോക്കിയത്. ഇത് ഡിജിറ്റൽ കറൻസി വിൽ റീപ്ലേസ് ഫിസിക്കൽ കറൻസി എന്ന് മാത്രമല്ല തന്നിരിക്കുന്നത്, വിൽ ടോട്ടലി റീപ്ലേസ് എന്നാണ് തന്നിരിക്കുന്നത്. ടോട്ടലി റീപ്ലേസ്. പിന്നെ എന്താണ്, അത് കുറച്ച് ആക്യുറേറ്റ് ആയിട്ടും കൂടെ പറഞ്ഞിട്ടുണ്ട്. 2 ഡിക്കേഡിനുള്ളിൽ ഈ ഫിസിക്കൽ കറൻസി മൊത്തത്തിൽ ടോട്ടലി റീപ്ലേസ് ചെയ്യും. അങ്ങനെയൊക്കെ ഒരു എന്താണ് ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കണം. ഇങ്ങനെയുള്ള ചില വാക്കുകൾ അതാണ് നമ്മുടെ പിടിവലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള വാക്കുകൾ തെറ്റാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇപ്പം ടോട്ടലി റീപ്ലേസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ ശരിയാവും. കാരണം എന്താ, ഓരോ സെൻട്രൽ ബാങ്കുകളും അവരുടെ ഡിജിറ്റൽ കറൻസി ഇറക്കാൻ വേണ്ടിയിട്ട് വളരെ കാര്യക്ഷമമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ചൈന, ഇന്ത്യ, എല്ലാ രാജ്യങ്ങളും, എല്ലാ പ്രധാനപ്പെട്ട എക്കോണമികളും അവരുടെ ഡിജിറ്റൽ കറൻസി ഇറക്കാൻ വേണ്ടിയിട്ടുള്ള റിസർച്ചിലാണ്. ഓക്കെ, പക്ഷെ അത് ടോട്ടലി റീപ്ലേസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പൂർണ്ണമായിട്ട് ശരിയാണെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ഒന്നുകൂടെ നമുക്കൊന്ന് അത് തെറ്റാണെന്ന് ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് 2 decades കൂടെ തന്നിട്ടുണ്ട്. 2 ഡിക്കേഡിനുള്ളിൽ മൊത്തം റീപ്ലേസ് ചെയ്ത് കളയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. അപ്പോൾ ഓപ്ഷൻ ബി തെറ്റാണ്. ഓപ്ഷൻ സി, FDI ഇൻഫ്ലോസ് വിൽ ഡ്രാസ്റ്റിക്കലി ഇൻക്രീസ്. അത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ചോദ്യം എന്തിനെ കുറിച്ചാണ്? ചോദ്യം UPI കുറിച്ചാണ്. ചോദ്യം UPI കുറിച്ചാണ്. UPI എന്താണ്? ഒരു പേയ്മെന്റ് മെത്തേഡാണ് അല്ലെ? FDIയോ? FDIയും ഈ UPIയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. UPI വഴി FDI ഇൻഫ്ലോ നടക്കുമല്ലോ. FPI പോലും അല്ല, പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് പോലും അല്ല, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ചോദ്യം. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ പിന്നെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉള്ള സാധ്യത. പക്ഷെ ഇവിടെ FDIയെ കുറിച്ചാണ് ചോദ്യം. അത് ഒരു കാരണവശാലും UPI ആയിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ഓപ്ഷൻ സി തെറ്റാണ്. ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഓപ്ഷൻ ഡി, ഡയറക്റ്റ് ട്രാൻസ്ഫർ ഓഫ് സബ്സിഡീസ് ടു പുവർ പീപ്പിൾ വിൽ ബിക്കം വെരി എഫക്റ്റീവ്. ഡയറക്റ്റ് ട്രാൻസ്ഫർ ഓഫ് സബ്സിഡീസ് ടു പുവർ പീപ്പിൾ. അത് കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഡയറക്റ്റ് ട്രാൻസ്ഫർ ഓഫ് സബ്സിഡി, അതായത് DBT.
DBT അല്ലെങ്കിൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്നൊക്കെ പറയാം. അതിൻ്റെ അകത്ത് ഈ തന്നിരിക്കുന്ന സംഭവമാണ് ഡയറക്റ്റ് ട്രാൻസ്ഫർ ഓഫ് സബ്സിഡീസ് എന്ന് പറഞ്ഞാൽ DBT ആണ്, അതായത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. ഓക്കെ, അത് ഏതിലേക്കാണ് വരുന്നത്? നമ്മുടെ UPI വഴിയാണോ ഗവൺമെന്റ് എന്തെങ്കിലും പെൻഷൻ സ്കീമുകളോ അല്ലെങ്കിൽ സബ്സിഡികളോ ഒക്കെ തരുന്നത്? അല്ല, അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വരുന്നത് അക്കൗണ്ടിലേക്കാണ്. ഓക്കെ, അക്കൗണ്ടിലേക്കാണ്, UPI വഴി അല്ല. അപ്പോ ഈ ഓപ്ഷൻ എന്താണ്? ഈ ഓപ്ഷനും തെറ്റാണ്. പിന്നെ മിച്ചമുള്ള ഏതാ? നമ്മൾ ആദ്യം വായിച്ചിട്ട് പോകുന്ന ഓപ്ഷൻ A ആണ്. ഒന്നുകൂടെ വായിച്ചു നോക്കി. മൊബൈൽ വാലറ്റ്സ് വിൽ നോട്ട് ബി നെസസറി ഫോർ ഓൺലൈൻ പേയ്മെന്റ്സ്. വിൽ നോട്ട് ബി നെസസറി എന്നാ. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒരു സേഫ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, വിൽ നോട്ട് ബി നെസസറി, നോട്ട് അറ്റ് ഓൾ നെസസറി എന്നൊക്കെ അങ്ങനെ അത്ര അതോറിറ്റേറ്റീവ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടൊക്കെ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ വേണം. ഇപ്പൊ ടോട്ടലി റീപ്ലേസ് അല്ലെങ്കിൽ ഡ്രാസ്റ്റിക്കലി ചേഞ്ച് എന്നൊക്കെ പറഞ്ഞ അങ്ങനെയുള്ള ചില വാക്കുകളൊക്കെ വരുമ്പോൾ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ വിൽ നോട്ട് ബി നെസസറി എന്ന് പറഞ്ഞിട്ടാണ് അത് സേഫ് ആണ്, ഒരു മോഡറേറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ അതൊക്കെ ശരിയായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, മൊബൈൽ വാലറ്റ്സ് വിൽ നോട്ട് ബി നെസസറി ഫോർ ഓൺലൈൻ പേയ്മെന്റ്സ്, അത് ശരിയായിട്ടുള്ള ഓപ്ഷൻ ആണ്. ഇപ്പൊ നമുക്ക് ബാക്കിയെല്ലാം എലിമിനേറ്റ് ചെയ്തപ്പോൾ മനസ്സിലായി. ഓക്കെ, എന്താണ് ഈ മൊബൈൽ വാലറ്റ്? എന്താണ് നമ്മുടെ ഇപ്പൊ നമ്മൾ, അതായത് നിങ്ങൾ ആമസോണിലൊക്കെ വാങ്ങുമ്പോൾ അത് ഒരു സാധനം റിട്ടേൺ ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആ പൈസ നമ്മുടെ എന്താണ് ആമസോൺ അക്കൗണ്ടിലേക്കാണ് വരുന്നത്. അങ്ങനെയുള്ള സംഭവത്തിനാണ് മൊബൈൽ വാലറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ വാലറ്റിലുള്ള പൈസ വെച്ച് എന്ത് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ആമസോണിൽ നിന്ന് മാത്രമേ നമുക്ക് പിന്നെ അത് ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പം മോർ അല്ലെങ്കിൽ ജിയോ അങ്ങനെയുള്ള ഈ പ്രധാനപ്പെട്ട ഈ ഷോപ്പിംഗ് ഈ സൂപ്പർ മാർക്കറ്റുകളുടെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അവർക്കൊക്കെ ആണെങ്കിൽ എന്താണ്, അവിടെ ഉള്ള ഒരു കാർഡ് തരും, അതിന്റെ നമുക്ക് റീചാർജ് ചെയ്തിടാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പൊ 500 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ ആ 500 രൂപയ്ക്ക് അവിടെ നിന്ന് നമുക്ക് സാധനങ്ങൾ വാങ്ങാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ മൊബൈൽ വാലറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പൈസ കൈ കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ആ കാർഡുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫോണുമായിട്ട് ചെന്നാൽ മതി. ഇപ്പൊ ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനായിട്ടൊക്കെ പറ്റും. ഓക്കെ, അങ്ങനെയുള്ള വാലറ്റുകളുടെ ആവശ്യമുണ്ടോ എന്ത് ചെയ്യുമ്പോൾ UPI വന്നു കഴിയുമ്പോൾ? ഇല്ല. കാരണം എന്താ? നമ്മുടെ ഫോൺ നമ്പറും ആയിട്ട് ഈ UPI ID ആയിട്ട് ലിങ്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ UPI ID ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു UPI ആപ്പും ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള മൊബൈൽ വാലറ്റുകൾ നെസസറി അല്ല, അതിന്റെ ആവശ്യം വരത്തില്ല എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? അപ്പൊ നമുക്ക് ഒരു ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ ഈ ഓരോ സംഭവത്തിനും ഓരോ വാലറ്റ് കൊണ്ട് നടക്കേണ്ട ആവശ്യം, ഓരോ മൊബൈൽ വാലറ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ അതിന്റെ കാർഡുകൾ കൊണ്ട് നടക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്കൊരു UPI ID ഉണ്ടെങ്കിൽ നമ്മുടെ ഫോൺ നമ്പറുമായിട്ട് ലിങ്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഒരു UPI ആപ്പും കൂടെ ഉണ്ടെങ്കിൽ, ആ UPI ID ഉപയോഗിക്കാൻ വേണ്ടി ഒരു ആപ്പും കൂടെ ഉണ്ടെങ്കിൽ അതിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ UPI ഉണ്ടെങ്കിൽ ഈ മൊബൈൽ വാലറ്റുകൾ നമുക്ക് ആവശ്യം വരത്തില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ A ശരിയാണ്. Third question. Which of the following statements are correct regarding the Monetary Policy Committee? Okay, MPC. Monetary Policy Committee കുറിച്ചാണ് ചോദ്യം. എന്തൊക്കെയാണ് ചോദ്യം? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഡിസൈഡ്സ് ദ RBI's ബെഞ്ച്മാർക്ക് ഇൻട്രസ്റ്റ് റേറ്റ്സ്. ശരിയാണ്. ബെഞ്ച്മാർക്ക് ഇൻട്രസ്റ്റ് റേറ്റ്, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് ഒക്കെ ആരാണ് തീരുമാനിക്കുന്നത്? MPCA ആണ് തീരുമാനിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തേത്, ഇറ്റ് ഇസ് എ 12-member ബോഡി ഇൻക്ലൂഡിംഗ് ദ ഗവർണർ ഓഫ് RBI and is reconstituted every year. MPC പോലെ രാജ്യത്തിന്റെ എക്കോണമിനെ തീരുമാനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ബോഡി എല്ലാ വർഷവും റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അതിനൊരു കണ്ടിന്യൂറ്റി കിട്ടുമോ? ഈ എവരി ഇയർ എന്ന് പറയുന്ന ഇത് കണ്ടു കഴിയുമ്പോൾ ഇപ്പം എല്ലാ ബോഡിയിലും എത്ര മെമ്പർ ഉണ്ടെന്നുള്ളതൊക്കെ ഓർത്തിരിക്കാൻ ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല. അവിടെ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. ഈ 12 മെമ്പർ എന്നുള്ള ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും ഓർത്തിരുന്നില്ലെങ്കിൽ. അത് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ നിങ്ങൾ കോമൺ സെൻസ് ഉപയോഗിച്ച് എല്ലാ ഇത്രയും ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ഒരു കൗൺസിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോഡി അത് എല്ലാ വർഷവും റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവർക്കൊരു കണ്ടിന്യൂറ്റി കിട്ടത്തില്ല. ഒരു എക്കണോമിക് പോളിസി അത് യഥാർത്ഥത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്ത് അതിന്റെ എഫക്ട് എക്കോണമിയിൽ ഉണ്ടാകുന്നോണം വരെ അവരെ അതിന്റെ പവർ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർക്കത് അവരുദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അത് ഏത് കാര്യമാണെങ്കിലും അങ്ങനെയല്ല. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട എക്കണോമിക് പോളിസി തീരുമാനിക്കുന്ന ഒരു ബോഡീനെ എല്ലാ വർഷവും റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പം ഈ ഒരു വാക്ക് വന്നുകൊണ്ട് എവരി ഇയറിൽ അത് റീകോൺസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. ഓക്കെ, പിന്നെ അപ്പൊ മനസ്സിലായി ഈ 12 മെമ്പർ ബോഡി എന്നുള്ളതും
അത് അതും തെറ്റാണ്. ആക്ച്വലി ഇവിടെ എത്രയേ ഉള്ളൂ? ഇവിടെ 6 പേരേ ഉള്ളൂ. ഓക്കെ, 6 പേരേ ഉള്ളൂ. അത് ആരൊക്കെയാണ്? ഒന്ന് RBI ഗവർണറുണ്ട്. RBI ഗവർണർ എന്നുള്ള കാര്യം മാത്രം ശരിയാണ്. പിന്നെ അതിന്റെ അകത്തുണ്ട് ഈ മോണിറ്ററി പോളിസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ചാർജുള്ള ഡെപ്യൂട്ടി ഗവർണറും ഇതിന്റെ ഭാഗമാണ്. പിന്നെ ഒരാളെ നോമിനേറ്റ് ചെയ്യും, അതായത് RBI നോമിനേറ്റ് ചെയ്യും. പിന്നെ അപ്പം എത്ര പേരായി? 3 പേരായി. മിച്ചമുള്ള 3 പേരെ ആരും നോമിനേറ്റ് ചെയ്യും? ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യും. ഗവൺമെന്റ്. ഓക്കെ, ഇതാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. എത്ര പേരുണ്ട് മൊത്തം? 6 പേര്. 12 മെമ്പർ ആണോ? അല്ല, 6 പേര്. ഈ 6 പേരിൽ ഈ 3 പേരുടെ കാലാവധിയാണ് ഇവിടെ 1 വർഷം എവരി ഇയർ തന്നിരിക്കുന്നത്. പക്ഷെ ഈ 3 പേരുടെ കാലാവധി 4 വർഷമാണ്, 4 ഇയർ ആണ്. ഓക്കെ, ഇതാണ് ഇതിന്റെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഒന്ന്, അവിടെ 6 പേരുണ്ട്. 3 പേര് RBI നിന്നും 3 പേര് ഗവൺമെന്റിൽ നിന്നും, അങ്ങനെ മൊത്തം 6 പേര്. ഇനി ഈ കമ്മിറ്റി എല്ലാ വർഷവും റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യില്ല. 4 വർഷമാണ് ഈ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന കമ്മിറ്റി അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം വരും, ഇപ്പം ഇവര് മജോറിറ്റി ഡിസിഷനിലാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പം 6 പേര് വരുമ്പോഴത്തേനും ടൈം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ RBI ഗവർണർ ആയിരിക്കും. അദ്ദേഹം ഒരു സെക്കൻഡ് വോട്ടും കൂടെ കാസ്റ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് അധികാരമുണ്ട്. ഓക്കെ, മോണിറ്ററി പോളിസി കമ്മിറ്റി ചെയർമാൻ എന്ന് പറയുന്നത് RBI ഗവർണറാണ്. അദ്ദേഹത്തിന് ഒരു സെക്കൻഡ് വോട്ടും കൂടെ കാസ്റ്റ് ചെയ്യാനായിട്ട് അധികാരമുണ്ട്. അപ്പോൾ അദ്ദേഹമായിരിക്കും അങ്ങനെ ഒരു ടൈം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അത്തരം കാര്യങ്ങൾ MPCയെ കുറിച്ച് പറയണ്ടോ? ഓക്കെ, ഇനി തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഫങ്ഷൻസ് അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ദ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ. അങ്ങനെയാണ് നമ്മളിപ്പോ കണ്ടത്. അല്ല, ആരാ അതിന്റെ ചെയർമാൻ എന്ന് പറഞ്ഞത്? ഗവർണർ ഓഫ് RBI. ഗവർണർ ഓഫ് RBI ആണ് അതിന്റെ ചെയർമാൻ. അതിന്റെ ചെയർമാൻഷിപ്പ് ആർക്കാണ്? RBI ഗവർണർക്കാണ്. ഓക്കെ, അപ്പം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രം നമുക്ക് ശരിയായിട്ട് കിട്ടിയിട്ടുള്ളൂ. ഇറ്റ് ഡിസൈഡ്സ് ദ RBI's ബെഞ്ച്മാർക്ക് ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, അത് വരുന്നത് ഓപ്ഷൻ എന്ന് പറയുന്നത് 1 ഓൺലി, അതായത് ഓപ്ഷൻ എ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഫോർത്ത് വൺ, വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് സെറ്റിംഗ് അപ്പ് ഓഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക്സ്, SFBs? ഇന്ത്യയിൽ SFBകൾ സെറ്റപ്പ് ചെയ്യുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്താണെന്നാണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ടു സപ്ലൈ ക്രെഡിറ്റ് ടു സ്മോൾ ബിസിനസ് യൂണിറ്റ്സ്. അത് ശരിയാണ്. കാരണം എന്താ? SFBയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ MSMEകൾക്ക് ക്രെഡിറ്റ് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അങ്ങനെ പറയുമ്പോൾ എന്താണ്? സ്മോൾ ബിസിനസ് യൂണിറ്റിന് ക്രെഡിറ്റ് സപ്ലൈ എന്ന് പറയുന്ന ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തേത്, ടു സപ്ലൈ ക്രെഡിറ്റ് ടു സ്മോൾ ആൻഡ് മാർജിനൽ ഫാർമേഴ്സ്. അതും വളരെ ശരിയാണ്. മാർജിനൽ ഫാർമേഴ്സും MSME ആണ് SFBകളുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. മാർജിനൽ ഫാർമേഴ്സ് എന്ന് പറയുന്നത് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ടു എൻകറേജ് യങ് ഓണ്ടർപ്രണേഴ്സ് ടു സെറ്റപ്പ് ബിസിനസ് പർട്ടിക്കുലർലി ഇൻ റൂറൽ ഏരിയാസ്. ശരിയാണോ? ഈ ഒന്നാമത്തെ അത് നമുക്ക് ചിലപ്പോൾ സംശയം വരും. അപ്പൊ എന്താണ്? ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ഏകദേശം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണേ ശരിയാവാൻ വഴിയുള്ളൂ. ഏതാണ് ശരിയെന്ന് നമുക്ക് മനസ്സിലായത്? MSMEകൾക്ക് ക്രെഡിറ്റ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് SFBകൾ രൂപീകരിച്ചിട്ടുള്ളതെന്ന് ശരിയാണ്, നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇത് തെറ്റാവാനായിട്ടാണ് സാധ്യത. ഇത് ഒന്നുകൂടെ അങ്ങനെ തെറ്റാൻ സാധ്യതയുണ്ടെന്ന് ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ വായിച്ചു നോക്കണം. ടു എൻകറേജ് യങ് ഓണ്ടർപ്രണേഴ്സ് ടു സെറ്റപ്പ് ബിസിനസ് പർട്ടിക്കുലർലി ഇൻ റൂറൽ ഏരിയാസ്. അതായത് അങ്ങനെ ഒരു മാൻഡേറ്റ് SFBകൾക്ക് കൊടുത്തിട്ടില്ല. ഓക്കെ, ഇനി യങ് ഓണ്ടർപ്രണേഴ്സ്, ഇപ്പം സ്റ്റാർട്ടപ്പുകൾക്കൊക്കെ അർഹതയുണ്ട് SFBന്ന് ലോൺ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അങ്ങനെ ഒരു മാൻഡേറ്റ് അവർക്ക് കൊടുത്തിട്ടൊന്നുമില്ല, പർട്ടിക്കുലർലി ഇൻ റൂറൽ ഏരിയാസ്. ഇതെല്ലാം എന്താണ്? സബ്ജക്ട് ടു കറക്ഷൻ ആണ്. ഓക്കെ, പക്ഷെ അങ്ങനെയാണോ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അങ്ങനെയാണോ? സ്മോൾ ബിസിനസ് യൂണിറ്റിന് ക്രെഡിറ്റ് കൊടുക്കണം എന്നുള്ളത് സബ്ജക്ട് ടു കറക്ഷൻ അല്ല, അത് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അത്ര ആക്യുറേറ്റ് അല്ല, അതുകൊണ്ട് അത് തെറ്റാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട് നോക്കാം. ഒന്നാമത്തെ രണ്ടാമത്തെ മാത്രമേ ശരിയായിട്ടുള്ളൂ. ഒന്നാമത്തെയും രണ്ടാമത്തെ മാത്രം ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ശരി. ഇനി അതിൻ്റെ അകത്ത് വേണമെങ്കിൽ എലിമിനേഷൻ ടെക്നിക്കൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒന്നാമത്തെയും രണ്ടാമത്തെയും ശരിയാണ്, നമുക്ക് മനസ്സിലായി. ഇനി മൂന്നാമത്തേതും കൂടെ അതിൻ്റെ കൂട്ടി
ശരിയായിട്ട് വരുന്ന ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഓ, അതുകൊണ്ട് അപ്പൊ ആ ടെക്നിക്ക് ഇവിടെ നടക്കത്തില്ല. എനിവേ, ഇത് ഒന്നുകൂടെ, ഇത് കുറച്ച് എന്താണ് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ടപ്പുകൾക്ക് ബിസിനസ്സിന് വേണ്ടിയിട്ട് എന്താണ് ലോൺ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് SFBകൾക്ക് അധികാരം ഉണ്ടെന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് ഇത് ശരിയാണെന്ന് വേണം വാദിക്കാം. പക്ഷെ അത് എന്താ സ്റ്റാർട്ടപ്പുകളുടെ കാര്യമൊന്നും പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടില്ല. ഇപ്പൊ യങ് ഓൺടർപ്രണേഴ്സ് മാത്രമേ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാവൂ എന്ന് നിർബന്ധമൊന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എനിവേ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ നോക്കി കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതും റൂറൽ ഏരിയാസിലും അതിന് പ്രത്യേക പരിഗണന കൊടുക്കണം. എന്താണ് തുടങ്ങുന്നതിന് റൂറൽ ഏരിയാസിൽ പ്രത്യേക പരിഗണന യങ് ഓൺടർപ്രണേഴ്സ്, അത് യങ് ഓൺടർപ്രണേഴ്സ് തുടങ്ങുന്ന ബിസിനസ്സുകൾ റൂറൽ ഏരിയാസിൽ തുടങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ലോണിന് ഒരു കണ്ടീഷൻ ഒന്നും വെക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം ഒന്നുകൂടെ ഒന്ന് ഇരുത്തി വായിച്ചു കഴിയുമ്പോഴത്തേനും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് നമുക്ക് മനസ്സിലാവും. റൈറ്റ്. ഫിഫ്ത്ത് വൺ, who among the following can join നാഷണൽ പെൻഷൻ സിസ്റ്റം, NPS? നാഷണൽ പെൻഷൻ സിസ്റ്റത്തെ കുറിച്ചാണ് ചോദ്യം. റെസിഡന്റ് ഇന്ത്യൻ സിറ്റിസൺസ് ഓൺലി. അത് ആദ്യത്തെ വായനയിൽ നമുക്ക് ശരിയായിട്ട് തോന്നുന്നു, റെസിഡന്റ് ഇന്ത്യൻ സിറ്റിസൺസ് ഉള്ളി എന്നൊക്കെ പറയുമ്പോൾ. പക്ഷെ എന്താണ് ഈ 2017 ചോദിച്ചിരിക്കുന്ന മിക്ക ചോദ്യങ്ങളും കുറച്ച് എന്താണ് എബോവ് ആവറേജ് ടഫായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇത് റെസിഡന്റ് ഇന്ത്യൻ സിറ്റിസൺ ഓൺലി എന്നുള്ളത് കൊണ്ട് ഇത് തെറ്റാണ്. ഇന്ത്യൻ സിറ്റിസൺ ആയിരുന്നാൽ മതി, റെസിഡന്റ് ഓർ നോട്ട് അത് മാറ്റർ അല്ല. ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷൻ അല്ല. രണ്ടാമത്തേത് പേഴ്സൺസ് ഓഫ് ഏജ് ഫ്രം 21 to 55 ഓൺലി, അതും തെറ്റാണ്. ഫാക്ചർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് ഞാൻ പറഞ്ഞ കുറച്ച് ടഫാണ് ഈ ചോദ്യങ്ങളൊക്കെ. ആക്ച്വലി ഇത് 18 മുതൽ 70 വരെ നമുക്ക് എന്നത് ചേരാം. 75 വരെ നമുക്കത് കോൺട്രിബ്യൂട്ട് ചെയ്യാനും പറ്റും. ഓക്കെ, ഓപ്ഷൻ ബിയും തെറ്റാണ്. ഓപ്ഷൻ സി, all state government employees joining the services after the date of notification by the respective state governments. All state government employees, അത്രയും ശരിയാണ്. Joining the services after the date of notification by respective state governments. ഓക്കെ, ശരിയാണ്. സൂക്ഷിച്ചു വായിച്ചു കഴിയുമ്പോൾ ഇത് ശരിയാണ്. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ്. കാരണം എന്താ, ഇത് സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസിനും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻ ഡേറ്റ് തീരുമാനിക്കുന്നത് അതാത് സ്റ്റേറ്റുകളാണ്. ഓക്കെ, ശ്രദ്ധിച്ച് അതായത് ഈ ഫിഫ്ത്ത് ക്വസ്റ്റ്യനും ഞാൻ പറഞ്ഞല്ലോ, ഈ വർഷങ്ങൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യങ്ങളൊക്കെ ഒരു എബവ് ആവറേജ് ലെവലിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് ഈ നോട്ടിഫിക്കേഷൻ ഡേറ്റ് തീരുമാനിക്കുന്ന ആരാണ്? അതാത് സ്റ്റേറ്റുകളാണ്. ഓക്കെ, സ്റ്റേറ്റുകൾക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. തീരുമാനിക്കുന്നത് ആരാണ്? അതാത് സ്റ്റേറ്റുകളാണ് തീരുമാനിക്കുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. ഓക്കെ, ഈ ഓപ്ഷൻ സി എന്ന് പറയുന്നത് ശരിയാണ്. ഈ നാലാമത്തേത് ഇതിന്റെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ നോക്കാം. ഓൾ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ്, അത് ശരിയാണ്. ഓൾ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസും അതിൻ്റെ അകത്ത് ചേരാം. ഇൻക്ലൂഡിങ് ദോസ് ആർമഡ് ഫോഴ്സസ്, ഇൻക്ലൂഡിങ് അല്ല, ഇത് മാൻഡേറ്ററി അല്ല. ഓക്കെ, ഇൻക്ലൂഡിങ് അല്ല, ആർമഡ് ഫോഴ്സ് അതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടില്ല. ജോയിനിങ് സർവീസ് ഓൺ ഓർ ആഫ്റ്റർ 1st April 2004. ഓക്കെ, ഇത് ഈ ആർമഡ് ഫോഴ്സിനെ ഒഴിവാക്കിക്കൊണ്ട് ഇത് വായിച്ചാൽ ശരിയാണ്. ഓൾ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ജോയിനിങ് ദ സർവീസസ് ഓൺ ഓർ ആഫ്റ്റർ 1st April 2004 മാത്രം വായിച്ചാൽ ശരിയാണ്. പക്ഷെ ഇവിടെ ഇൻക്ലൂഡിങ് ദോസ് ഓഫ് ആർമഡ് ഫോഴ്സസ് എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഈ ഓപ്ഷൻ തെറ്റാണ്. ഓക്കെ, അപ്പൊ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി ആണ്. കൺഫ്യൂഷൻ ഇല്ലെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ, വാട്ട് ഇസ് ഓർ ആർ ദ മോസ്റ്റ് likely advantages of implementing GST, Goods and Service Tax? GST ഇംപ്ലിമെന്റ് ചെയ്തതിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജുകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. സ്റ്റേറ്റ്മെന്റ് 1, ഇറ്റ് വിൽ റീപ്ലേസ് മൾട്ടിപ്പിൾ ടാക്സസ് കളക്ടഡ് ബൈ മൾട്ടിപ്പിൾ അതോറിറ്റീസ് ആൻഡ് വിൽ ദസ് ക്രിയേറ്റ് എ സിംഗിൾ മാർക്കറ്റ് ഇൻ ഇന്ത്യ. വളരെ ശരിയാണ്. മൾട്ടിപ്പിൾ ടാക്സസ്, അതിനെല്ലാം കൂടെ എന്തിലാക്കും? നമുക്കിപ്പം സെയിൽസ് ടാക്സ് ഉണ്ട്, എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്, വാറ്റ് ഉണ്ട്, അങ്ങനെ പല ടാക്സുകളുണ്ട്. ഓക്കെ, ഇതിനെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ എന്താക്കും? ഇതിനെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്തിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? GSTയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പം ഈ മൾട്ടിപ്പിൾ ടാക്സ് കളക്ട് ചെയ്യുന്ന മൾട്ടിപ്പിൾ അതോറിറ്റീസിനെ കൂടെ GSTയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്താക്കും? ഒരു സിംഗിൾ മാർക്കറ്റ് ആകും. ഓക്കെ, അത് ഈ രണ്ട് കാര്യങ്ങളും വളരെ ശരിയാണ്. അപ്പം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തേത്, ഇറ്റ് വിൽ ഡ്രാസ്റ്റിക്കലി റെഡ്യൂസ് ദ കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് ഓഫ് ഇന്ത്യ and will enable it to increase its foreign exchange reserve. ശരിയാണോ?
ബേസിക് ആയിട്ടുള്ള എക്കണോമിക്സ് അറിയാവുന്നവർക്ക് ഇത് തെറ്റാണെന്ന് ആദ്യത്തെ വായനത്തിന് മനസ്സിലാവും. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഇത് BOP ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്താണ്? BOPയും ഇന്റർനാഷണൽ ട്രേഡും എന്താണ് എക്സ്ചേഞ്ച് റേറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് പറയുന്നത്. ഇത് രണ്ടുമായിട്ട് GSTക്ക് എന്തെങ്കിലും പ്രത്യക്ഷത്തിൽ ബന്ധമുണ്ടോ? ഇല്ല. ഈ രണ്ട് കാര്യങ്ങളും GST ഒരു ടാക്സ് കളക്ഷനുമായിട്ട് നേരിട്ട് ഡയറക്റ്റ് ബന്ധമൊന്നുമില്ല. അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മൂന്നാമത്തേത്, it will enormously increase the growth and size of economy of India and will enable to overtake China in the near future. അത് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചാൽ എന്താണ്? അത് ഒരു സാധ്യതയുള്ള കാര്യമല്ല. കാരണം എന്താ, ശരിക്കും എന്താ പറഞ്ഞിരിക്കുന്നത്? എക്കോണമിയുടെ സൈസ് ഇൻക്രീസ് ചെയ്യും. അത് ശരിയാണ്. എക്കോണമിയുടെ ടാക്സ് കളക്ഷൻ കൂടി കഴിയുമ്പോൾ എന്താണ്, ഗവൺമെന്റിന് കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും, എക്കോണമിയുടെ സൈസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അത് എന്നിട്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചൈനയെ ഓവർടേക്ക് ചെയ്യും. അതും നിയർ ഫ്യൂച്ചറിൽ അത് നടക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, ചൈന എന്ന് പറയുന്ന ഒരു അറൌണ്ട് 20 ട്രില്യൺ എക്കോണമിയാണ്. 18 പോയിന്റ് സംതിങ് ആണ് എന്ത് ചൈനയുടെ എക്കോണമി എന്ന് പറയുന്നത്. നമ്മൾ 5 ട്രില്യൺ ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതിനുള്ള ഡെഡ് ലൈനുകൾ നമ്മൾ മുമ്പോട്ട് നീക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. 5 ട്രില്യൺ ആക്കാൻ വേണ്ടിയിട്ട്. 5 ട്രില്യൺ ഉള്ള ഒരു എക്കോണമി എന്താണ് 18 ട്രില്യൺ ഉള്ള ഒരു എക്കോണമിനെ നിയർ ഫ്യൂച്ചറിൽ GST ഇംപ്ലിമെന്റ് ചെയ്തത് വഴി ഓവർടേക്ക് ചെയ്യും എന്ന് പറയുന്നത് എന്താണ്, പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പം മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് മനസ്സിലാക്കാം. അപ്പം ഏത് ഓപ്ഷനാണ്? 1 ഓൺലി മാത്രമേ നമുക്ക് ശരിയായിട്ട് കിട്ടിയിട്ടുള്ളൂ. അത് വന്നിരിക്കുന്നത് ഓപ്ഷൻ A ആണ്. ഓപ്ഷൻ A ആണ് 6th ക്വസ്റ്റിന്റെ ആൻസർ. 7th one. With reference to the Prohibition of Benami Property Transactions Act 1988, consider the following statements. ബിനാമി പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ ആക്ട്, ബിനാമി പ്രോപ്പർട്ടി. ഓക്കെ, എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, എ പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ ഈസ് നോട്ട് ട്രീറ്റഡ് ആസ് ബിനാമി ട്രാൻസാക്ഷൻ ഇഫ് ദ ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി ഈസ് നോട്ട് അവെയർ ഓഫ് ദ ട്രാൻസാക്ഷൻ. അതായത് പ്രോപ്പർട്ടിയുടെ ഓണർ അത് ബിനാമി പ്രോപ്പർട്ടി ആണ് എന്നതിനെ കുറിച്ച് അവെയർ അല്ലെങ്കിൽ അത് ബിനാമി പ്രോപ്പർട്ടി ആയിട്ട് കൂട്ടാനായിട്ട് പറ്റത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആ ട്രാൻസാക്ഷനെ കുറിച്ച് അവെയർ അല്ല അദ്ദേഹം. അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല. ഇപ്പം എന്താണ്, ഇപ്പൊ ആളുകളും ഈ ബിനാമി ഇടപാടുകൾ നടത്തുന്നത് മരിച്ചുപോയ ആളുകളുടെ പേരിൽ വരെ ഡോക്യുമെന്റ്സ് ഫോർജ് ചെയ്തിട്ട് അത് ചെയ്യുന്നുണ്ട്, ബിനാമി ഇടപാടുകൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ എന്താണ്, മരിച്ചുപോയ ആളുകൾ അതിനെക്കുറിച്ച് അവെയർ അല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അത് ബിനാമി ഇടപാടിൽ നിന്ന് നമുക്ക് അത് മാറ്റാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്താണ്, ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അദ്ദേഹം അവെയർ ആണോ അല്ലോ എന്നുള്ള കാര്യം മാറ്റർ അല്ല. ഓക്കെ, അതിന്റെ ഒരു എക്കോണമിക് ഇൻട്രസ്റ്റ് അദ്ദേഹത്തിന് ഉണ്ടോ ഇല്ലയോ? എക്കോണമിക് ഇൻട്രസ്റ്റ് അതിന്റെ ഓണറിന് ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും അത് ബിനാമി ഇടപാടിൽ പെടുത്താൻ, ബിനാമി പ്രോപ്പർട്ടിയുടെ ഡൊമൈനിൽ പെടുത്താനായിട്ട് സാധിക്കും. ഓക്കെ, എക്കണോമിക് ഇൻട്രസ്റ്റ് അതിന്റെ ശരിക്കുള്ള ആരുടെ പേരിലാണോ ആ പ്രോപ്പർട്ടി ഉള്ളത് ആ പേരിലുള്ള ഓണർക്ക് അതിന്റെ എക്കണോമിക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അതിനെ ഒരു ബിനാമി പ്രോപ്പർട്ടി ആയിട്ട് പരിഗണിക്കാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അത് അദ്ദേഹം അതിനെക്കുറിച്ച് അവെയർ ആണോ അല്ലയോ എന്നുള്ളതൊന്നും അവിടെ മാറ്റർ അല്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, പ്രോപ്പർട്ടീസ് ഹെൽഡ് ബിനാമി ആർ ലയബിൾ ഫോർ കോൺഫിസ്കേഷൻ ബൈ ദ ഗവൺമെന്റ്. അതായത് ഗവൺമെന്റിന് പിടിച്ചെടുക്കാൻ പറ്റുമെന്നാണ് ചോദ്യം. ഉറപ്പായിട്ടും പറ്റും. ബിനാമി ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബിനാമിയാണ് നിങ്ങളത് കൈവശം വെച്ചോളൂ എന്ന് പറയല്ലോ ചെയ്യുന്നത്. ഗവൺമെന്റ് അത് ഉറപ്പായിട്ടും കോൺഫിസ്കേറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓക്കെ, ഇനിയുണ്ട് മൂന്നാമത്തേത്, ദ ആക്ട് പ്രൊവൈഡ്സ് ഫോർ three authorities. അത് ശരിയാണ്. For investigation, the act provides for 3 authorities for investigation but does not provide for any appellate mechanism. അതായത് 3 അതോറിറ്റീസ് ഉണ്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. 3 അതോറിറ്റീസ് ഉണ്ട്. എന്താണ്, ഇനിഷ്യേറ്റിംഗ് അതോറിറ്റി, അപ്രൂവിംഗ് അതോറിറ്റി ആൻഡ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി. ഇങ്ങനെ പറഞ്ഞ 3 അതോറിറ്റികളുണ്ട്. അത് ശരിയാണ്. പക്ഷെ അതിനൊരു അപ്പലേറ്റ് മെക്കാനിസം ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ അതോറിറ്റീസിന്റെ തീരുമാനം, അതായത് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി, അതായത് തേർഡ് അതോറിറ്റിയാണ് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി. ആ അതോറിറ്റിയുടെ തീരുമാനം അന്തിമമായിരിക്കും. അതിനൊരു അപ്പീൽ പോകാനായിട്ട് നമുക്ക് സാധ്യതയില്ലെന്നാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയായിരുന്നു പണ്ട്. പക്ഷെ അതിനൊരു അപ്പലേറ്റ് മെക്കാനിസം കൊണ്ടുവന്നു. അതായത് നമുക്ക് കോടതിയിലേക്ക് പോകാനായിട്ട് പറ്റും. ഓക്കെ, ഈ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ തീരുമാനത്തിനെതിരെ നമുക്ക് അപ്പീൽ കൊടുക്കാനായിട്ട് സാധിക്കും ഒരു അമെന്റ്മെന്റ് വഴി. അപ്പൊ ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റിപ്പോയി.
ഓക്കെ, നമുക്ക് മുകളിലത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയായിരുന്നു തെറ്റായിരുന്നു? ഓക്കെ, നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ശരിയായിട്ട് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി. 8th one, consider the following statements. Tax revenue as a percent of GDP of India has steadily increased in the last decade. Last decade, tax revenue as percent of GDP അത് സ്റ്റെഡിലി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. സ്റ്റെഡിലി ഇൻക്രീസ് അല്ല, അതിൻ്റെ അകത്ത് സൈക്ലിക്കൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. സ്റ്റെഡിലി ഇൻക്രീസ് അല്ല. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അവിടെ തന്നെ തെറ്റി. രണ്ടാമത്തെ എന്താ? ഫിസിക്കൽ ഡെഫിസിറ്റ് ആസ് പെർസെന്റ് ഓഫ് GDP ഓഫ് ഇന്ത്യ ഹാസ് സ്റ്റെഡിലി ഇൻക്രീസ്. ഇവിടെയും സ്റ്റെഡിലി ഇൻക്രീസ് വന്നിട്ട് അങ്ങനെ പറയാനായിട്ട് പറ്റത്തില്ല. അത് സൈക്ലിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ട്, ഷോക്കുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് സ്റ്റെഡിലി ഇൻക്രീസ് എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ എട്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ 1, 2 തെറ്റായിട്ടുള്ളതുണ്ടോ? ഓക്കെ, നെയ്തർ 1 or 2. അതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ. UPSC ആൻസർ ചോദിച്ചും അത് തന്നെയാണ് ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 9th one. What is the aim of the program Unnat Bharat Abhiyan? Okay. Option A, achieving 100% literacy by promoting collaboration between voluntary organizations and government's education system and local communities. 100% literacy കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തിലാണ് ഉന്നത് ഭാരതി അഭിയാൻ തുടങ്ങിയിരിക്കുന്നതെന്നാണ് ഈ ഓപ്ഷൻ പറയുന്നത്. അത് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്കീം ആണെന്നുള്ളത് ശരിയാണ്, പക്ഷെ 100% ലിറ്ററസി കൊണ്ടുവരിക എന്നുള്ളതല്ല അതിന്റെ ഗോള്. ഓക്കെ, അത് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. ഓപ്ഷൻ ബി, കണക്ടിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ വിത്ത് ലോക്കൽ കമ്മ്യൂണിറ്റീസ്. ഓക്കെ, കണക്ടിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ വിത്ത് ലോക്കൽ കമ്മ്യൂണിറ്റീസ്, അത് ശരിയാണ്. ഇതാണ് അതിന്റെ ഉദ്ദേശം. ഈ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ലോക്കൽ കമ്മ്യൂണിറ്റീസിനെയും കണക്ട് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ഈ ഉന്നത് ഭാരത് അഭിയാൻ എന്ന് പറയുന്ന സ്കീമിന്റെ ഉദ്ദേശം. ഓക്കെ, എന്തിനാ? ഈ ലോക്കൽ കമ്മ്യൂണിറ്റീസിന്റെ ഡെവലപ്മെന്റൽ ചലഞ്ചസ് അഡ്രസ് ചെയ്യുക. ലോക്കൽ കമ്മ്യൂണിറ്റീസിന്റെ ഡെവലപ്മെന്റ് ചലഞ്ചസ് അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഉന്നത് ഭാരത് അഭിയാന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, കാരണം എന്താ, നമുക്കിപ്പം IIT-കൾ, IIM-കൾ അതുപോലെ വളരെ വേൾഡ് ക്ലാസ് നിൽക്കുന്ന ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. പക്ഷെ അതിന്റെ എല്ലാം എന്താണ്, അവരുടെ എല്ലാം ഒരു എഡ്യൂക്കേഷണൽ പ്രൊഡക്ട്സിന്റെ മുഴുവൻ ഫലം എടുക്കാനായിട്ട് ഇവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റീസിന് പറ്റുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ, ഇവിടെ എഡ്യൂക്കേഷൻ ഡിവൈഡ് വളരെ കൂടുതലാണ്. ഓക്കെ, ഇപ്പം വേൾഡ് ക്ലാസ്സിൽ നിൽക്കുന്ന IIT-കളും IIM-കളും NIT-കളും ഒക്കെ ഉള്ള നാട്ടിലാണ് ഇപ്പോഴും ലിറ്ററസി റേറ്റ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്തത്. ഓക്കെ, അപ്പോൾ എന്താണ്, അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റീസിന് ഇതിനൊന്നും ഫലം കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ എഡ്യൂക്കേഷണൽ പ്രൊഡക്ട്സ് വഴി അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റീസിന്റെ ഡെവലപ്മെന്റ് ഇഷ്യൂസ് അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഉന്നത് ഭാരത് അഭിയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി പൂർണ്ണമായിട്ട് ശരിയാണ്. ഇനി സിയും ഡി അങ്ങനെ തെറ്റി നോക്കാം. സ്ട്രെങ്തനിങ് ഇന്ത്യസ് സയന്റിഫിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സയന്റിഫിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമല്ലല്ലോ, എല്ലാ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഈ ഉന്നത് ഭാരത് അഭിയാൻ അതിൻ്റെ അകത്ത് പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി തെറ്റാണ്. Strengthening India's scientific research institutions in order to make India a scientific and technological power എന്ന് പറയുന്നത് ഈ സയന്റിഫിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഈ ഓപ്ഷൻ നമുക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി, ഡെവലപ്പിംഗ് ഹ്യൂമൻ ക്യാപിറ്റൽ by allocating special funds for healthcare and education of rural and urban poor and organizing skill development programs and vocational training for them. Okay, ഹ്യൂമൻ ക്യാപിറ്റൽ ഡെവലപ്മെന്റ് എന്നൊക്കെ പറയുന്നത് ശരിയാണ്, പക്ഷെ ബാക്കി പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്.
ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഇതാണ്, ഈ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റീസിനെയും തമ്മിൽ ലിങ്ക് ചെയ്യിക്കുക, അവരുടെ ഡെവലപ്മെന്റ് ചലഞ്ചസ് അഡ്രസ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഈ ഉന്നത ഭാരത് അഭിയാന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. അത് അവിടെ ആക്ച്വലി അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് എന്ത് വരുന്നുണ്ട്, ഈ ഹ്യൂമൻ ക്യാപിറ്റൽ ഡെവലപ്മെന്റ് വരുന്നുണ്ട്. ഓക്കെ, പക്ഷെ ബാക്കി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല. ഇത് ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ വായിച്ചിട്ട് പോകുന്ന ആളാണ് ചിലപ്പോൾ കൺഫ്യൂഷൻ അടിക്കാൻ സാധ്യത. കാരണം ഈ സ്കീം എന്ന് പറയുന്നത് MHRന്റെ കീഴിലാണ്, മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന്റെ കീഴിലാണ്. അപ്പം എന്താണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന്റെ ഒരു ഗോളായിട്ട് വരുന്നതാണ്. പക്ഷെ ബാക്കി ഓപ്ഷൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ്. ഏറ്റവും കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, കണക്ടിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ വിത്ത് ലോക്കൽ കമ്മ്യൂണിറ്റീസ് ടു അഡ്രസ് ഡെവലപ്മെന്റ് ചലഞ്ചസ് ത്രൂ അപ്രോപ്രിയേറ്റ് ടെക്നോളജീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. With reference to National Investment and Infrastructure Fund, which of the following statements is or are correct? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇറ്റ്സ് ആൻ ഓർഗൻ ഓഫ് നീതി ആയോഗ്. ഇറ്റ്സ് ആൻ ഓർഗൻ ഓഫ് നീതി ആയോഗ്. അത് തെറ്റാണ്. നീതി ആയോഗിന്റെ ഒരു ഓർഗൻ അല്ല. പിന്നെ എന്താണിത്? ഈ NIIF എന്ന് പറയുന്നത് NIIF എന്ന് പറയുന്നത് നീതി ആയോഗിന്റെ ഒരു ഓർഗൻ അല്ല. പിന്നെ ഇവരെന്താ ചെയ്യുന്നത്? ഇത് നമുക്കിപ്പം എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യം നമുക്ക് വരുന്നുണ്ട്. അത്രയും ഇൻവെസ്റ്റ്മെന്റ് ഈ ഇൻഫ്രാസ്ട്രക്ചറിൽ നടക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഫീൽഡിൽ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടുക എന്നുള്ള ഉദ്ദേശത്തിൽ ഗവൺമെന്റ് ഇൻഡിപെൻഡന്റ് ആയിട്ട് തുടങ്ങിയിരിക്കുന്ന സംഭവമാണത് ഈ NIIF എന്ന് പറയുന്നത്. അത് നീതി ആയോഗിന്റെ ഒരു ഓർഗൻ അല്ല. ഇവരെന്താ ആക്ച്വലി ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമുക്ക് അതായത് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ഉണ്ട്. ഇപ്പം സപ്പോസ് ഇപ്പോൾ ഒരു റോഡ് ഡെവലപ്മെന്റ് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, അപ്പം ഇന്ത്യയിൽ ആരാ ചെയ്യുന്നത്? NHAI ആണ്. NHAI തന്നെയാണോ ചെയ്യുന്നത്? അല്ല, അവർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പൊ ടോൾ പിരിക്കുന്നത് ആരാ? പ്രൈവറ്റ് പാർട്ടീസ് അല്ലേ. അപ്പൊ എന്ത് വഴിയാണ് ചെയ്യുന്നത്? PPP മോഡൽ വഴിയാണ്. ഓക്കെ, ഈ PPPയിൽ ആരും കൂടെ ഉണ്ട്, NHAI ഉണ്ട്, ഗവൺമെന്റ് ഭാഗത്ത് NHAI ഉണ്ട്, പിന്നെ ആരുണ്ട്? ഒരു പ്രൈവറ്റ് എൻറ്റിറ്റി ഉണ്ട്, അത് X or Y ഏതെങ്കിലും ഒരു കമ്പനി ഉണ്ട്, പ്രൈവറ്റ് കമ്പനി ഉണ്ട്. ഓക്കെ, ഈ പ്രൈവറ്റ് കമ്പനി ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഷോർട്ടേജ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ പ്രൈവറ്റ് കമ്പനിയുടെ ഷെയറുകൾ വാങ്ങുക, ഈ പ്രൈവറ്റ് കമ്പനിയിലേക്കാണ് ഈ NIIFന്റെ ഫണ്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവർക്ക് ലോൺ കൊടുക്കുകയല്ല, ഈ കമ്പനിയിലേക്കായിരിക്കും ഈ ഇൻവെസ്റ്റ്മെന്റ് പോകുന്നത്. ഇപ്പം നിങ്ങളിപ്പം SIPയിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ള ആളുകളാണെങ്കിൽ അറിയാം, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലൊക്കെ അറ്റ്ലീസ്റ്റ് അതിനെക്കുറിച്ച് പഠിച്ചിട്ടെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർ എന്താ ചെയ്യുന്നത്? നിങ്ങൾ കൊടുക്കുന്ന ബാങ്കിൽ നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്ന ഫണ്ട് എന്താ ചെയ്യുന്നത്? ഓരോ കമ്പനിയുടെയും ഷെയർ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു എക്കണോമിസ്റ്റിനെ ബാങ്ക് അവിടെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ അതാണ് മ്യൂച്വൽ ഫണ്ടിൽ നടക്കുന്നത്. അതുപോലെ ഈ NIIFന്റെ ഫണ്ട് എന്തിലേക്ക് പോകുന്നു? ഈ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന കമ്പനികളിലേക്ക് അതിന്റെ ഷെയർ ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ആ കമ്പനികളിലേക്കാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് പോകുന്നത്. ഓക്കെ, അതാണ് ഈ NIIFകാർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായാലും തെറ്റാണെന്ന് പോലെ, നീതി ആയോഗിന്റെ ഒരു ഓർഗൻ അല്ലത്. രണ്ടാമത്തേത്, ഇറ്റ് ഹാസ് എ കോർപ്പസ് ഓഫ് 4 lakh crore at present. 4 lakh crore തന്നെയല്ലേ? അത് അത്രയും ഏതായാലും ടു അംബീഷ്യസ്. ഇത് ഇത്രയും ഇല്ല, ഇത് ആക്ച്വലി വരുന്നത് ഇത്രേ ഉള്ളൂ, 40,000 crore at present. ഈ ഓപ്ഷനും ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. പത്താമത്തെ A അല്ല, B അല്ല. ഓക്കെ, പത്താമത്തെ ആൻസർ വരുന്നത് നെയ്തർ 1 or 2. 4 ലക്ഷം കോടിയല്ല, 40,000 കോടിയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് നാഷണൽ ന്യൂട്രീഷൻ മിഷൻ പോഷൻ അഭിയാൻ? ഓക്കെ, അതിനെ കുറിച്ച് എന്താ ചോദ്യം? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ടു ക്രിയേറ്റ് അവയർനെസ്. ശരിയാണല്ലോ, അവയർനെസ് ഉണ്ട്. ബാക്കി എന്താ? ടു ക്രിയേറ്റ് അവയർനെസ് റിലേറ്റിംഗ് ടു മാൽ ന്യൂട്രീഷൻ എമംഗ് പ്രഗ്നന്റ് വുമൺ ആൻഡ് ലാക്ടേറ്റിംഗ് മദേഴ്സ്. ടു ക്രിയേറ്റ് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ആർക്കാണ്? പ്രഗ്നന്റ് വുമനുണ്ട്, ലാക്ടേറ്റിംഗ് മദേഴ്സ്. വളരെ ശരിയാണ്, ആക്യുറേറ്റ് ആണ്. എന്തിനെ കുറിച്ച് അവയർനെസ് കൊടുക്കണം? മാൽന്യൂട്രീഷനെ കുറിച്ച് അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രഗ്നന്റ് വുമനും ലാക്ടേറ്റിംഗ് മദേഴ്സിനും അതിനെക്കുറിച്ച് അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്കീമാണ് നാഷണൽ ന്യൂട്രീഷൻ മിഷൻ എന്നുള്ളത്. അപ്പം ഇത് പൂർണ്ണമായിട്ട് ശരിയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തത്, ടു റെഡ്യൂസ് ദ ഇൻസിഡൻസ് ഓഫ്
അനീമിയ എമംഗ് യങ് ചിൽഡ്രൻ, അഡോളസെന്റ് ഗേൾസ് ആൻഡ് വുമൻ. ശരിയാണ്, അനീമിയ ശരിയാണ്. അനീമിയ എങ്ങനെ വരുന്നത്? നമുക്കിപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നത് മാൽന്യൂട്രീഷൻ വഴി വരും. ഓക്കെ, അത് ഇത് ശരിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പം അയൺ ഡെഫിഷ്യൻസി വഴി അനീമിയ എന്താണ് മാൽന്യൂട്രീഷന്റെ ഒരു കാരണം അതുവഴി വരുന്നതാണല്ലോ. അപ്പൊ നമുക്ക് ശരിയാണെന്ന് മനസ്സിലാക്കാം. യങ് ചിൽഡ്രൻ ശരിയാണ്, അഡോളസെന്റ് ഗേൾസ് ശരിയാണ്, വുമൻ ശരിയാണ്. അപ്പം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. മൂന്നാമത്തത്, ടു പ്രൊമോട്ട് ദ കൺസംഷൻ ഓഫ് മില്ലറ്റ്സ്, കോഴ്സ്, സിറൽസ് ആൻഡ് അൺപോളിഷ്ഡ് റൈസ്. ഇങ്ങനെ ഏതെങ്കിലും പ്രത്യേക ഫുഡ് പ്രോഡക്റ്റ് എടുത്തു പറയുന്ന ഒരു സ്കീം അല്ല. നാലാമത്തത്, ടു പ്രൊമോട്ട് ദ കൺസംഷൻ ഓഫ് പോൾട്രി എഗ്സ്. അതും ഇതിൻ്റെ അകത്ത് പെടുന്നതാണ്. അതായത് അങ്ങനെ ഒരു പ്രത്യേക ഫുഡിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ മില്ലറ്റ്, പൗൾട്രി എഗ്, ഇതിനെ ഒന്നും എന്താ പ്രത്യേകം എടുത്തു പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇതൊക്കെ എവിടെയാ? ICDS വരുന്നുണ്ട്. ഓക്കെ, ഹോട്ട് കുക്ക്ഡ് മീൽ, ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ അംഗൻവാടികളിൽ നിന്ന് ഉപ്പുമാവ് ഒക്കെ കിട്ടുന്നില്ലേ, അതൊക്കെ എന്തെങ്കിലും ICDS വഴി വരുന്നതാണ്. ഓക്കെ, അല്ലാതെ ഈ നാഷണൽ ന്യൂട്രീഷൻ മിഷനിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഫുഡ് പ്രൊഡക്റ്റിനെ അവര് പ്രൊമോട്ട് ചെയ്യുന്നില്ല. അത് കൂടുതലായിട്ട് എന്തിനെ ഫോക്കസ് ചെയ്യുന്നത്? ഈ മാൽന്യൂട്രീഷനെതിരെയുള്ള അവയർനെസ് ആരിലൊക്കെ? പ്രഗ്നന്റ് വുമനിലും ലാക്ടേറ്റിംഗ് മദേഴ്സിലും അതിനൊരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാന ഉദ്ദേശം. അപ്പം ആദ്യത്തെ രണ്ട് ഓപ്ഷൻ മാത്രമാണ് ശരി. ചോദ്യത്തിന്റെ ആൻസർ വരുന്നത് അപ്പം 1 and 2 ഓൺലി. ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് വിദ്യാഞ്ജലി യോജന? വിദ്യാഞ്ജലി യോജനയെ കുറിച്ച് ചോദ്യം. വിദ്യാഞ്ജലി യോജന എന്താ ചോദ്യം? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ടു എനേബിൾ ദ ഫേമസ് ഫോറിൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു ഓപ്പൺ ദെയർ ക്യാമ്പസ് ഇന്ത്യ. വിദ്യാഞ്ജലിയിൽ എന്താണ് ഫോറിൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. രണ്ടാമത്തേത്, ടു ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ പ്രൊവൈഡഡ് ഇൻ ഗവൺമെന്റ് സ്കൂൾസ്. ഓക്കെ, ഗവൺമെന്റ് സ്കൂൾസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബാക്കി എന്താ പറഞ്ഞിരിക്കുന്നത്? ഗവൺമെന്റ് സ്കൂൾസ് ബൈ ടേക്കിംഗ് ഹെൽപ്പ് ഫ്രം ദ പ്രൈവറ്റ് സെക്ടർ ഉണ്ട് ആൻഡ് ദ കമ്മ്യൂണിറ്റി. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? ടു ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ പ്രൊവൈഡഡ് ഇൻ ഗവൺമെന്റ് സ്കൂൾസ് ബൈ ടേക്കിംഗ് ഹെൽപ്പ് ഫ്രം ദ പ്രൈവറ്റ് സെക്ടർ ആൻഡ് കമ്മ്യൂണിറ്റി. അതായത് ഗവൺമെന്റ് സ്കൂളിൽ കൊടുക്കുന്ന എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നതാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വിദ്യാഞ്ജലി സ്കീമിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. എങ്ങനെയാ അത് അവർ അച്ചീവ് ചെയ്യുന്നത്? പ്രൈവറ്റ് സെക്ടറിൽ നിന്നും കമ്മ്യൂണിറ്റിയിൽ നിന്നുമുള്ള ഹെൽപ്പ് സ്വീകരിക്കുക. നോക്കി കഴിയുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ടു എൻകറേജ് വോളണ്ടറി മോണിറ്ററി കോൺട്രിബ്യൂഷൻസ് ഫ്രം പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത് ശരിയാണ്, കാരണം അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റി ആയിട്ട് അത് ബന്ധപ്പെടുന്നുണ്ട്. ആൻഡ് ഓർഗനൈസേഷൻസ്, അതും ശരിയാണ്. സോ ആസ് ടു ഇംപ്രൂവ് ദ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഫോർ പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്കൂൾസ്. ഇത് പൂർണ്ണമായിട്ടും ശരിയല്ല. ഒന്ന്, മോണിറ്ററി കോൺട്രിബ്യൂഷനെ കുറിച്ച് പറയുന്നില്ല. മോണിറ്ററി കോൺട്രിബ്യൂഷനെ കുറിച്ച് പറയുന്നില്ല. രണ്ട്, ഈ പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്കൂളിനെ കുറിച്ച് ഉള്ള സ്റ്റേറ്റ്മെന്റ് പൂർണ്ണമായിട്ട് ശരിയല്ല. ഇത് ഗവൺമെന്റ് സ്കൂളുകളെ കുറിച്ചാണ്. പക്ഷെ അങ്ങനെ ഒരു ഗവൺമെന്റ് സ്കൂളുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല, എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. ഈ സ്റ്റേറ്റ്മെന്റ് ഇതും പൂർണ്ണമായിട്ടും ശരിയല്ല. അപ്പം മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഏതൊക്കെയാണ് നമുക്ക് ശരിയായിട്ട് കിട്ടിയത്? ഏതൊക്കെയാണ്? രണ്ടാമത്തെ മാത്രം. അങ്ങനെ ഒരു ഓപ്ഷൻ. ഓക്കെ, ഓപ്ഷൻ എ, രണ്ടാമത്തെ മാത്രം ശരിയാണ്. ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 13ാമത്തേത്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഹാസ് occurred in India after its liberalization of economic policies in 1991? ഇത് LPG-നെ കുറിച്ച് ചെയ്തു വന്നിരിക്കുന്നത്. ഈ ലിബറലൈസേഷന് ശേഷം ഇന്ത്യൻ എക്കോണമിയിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഷെയർ ഓഫ് അഗ്രികൾച്ചർ ഇൻ GDP ഇൻക്രീസ്ഡ് എനോർമസ്ലി. അത് ശരിയാണോ? ശരിയല്ല. എക്കോണമി ഓപ്പൺ അപ്പ് ഈ 1991 ആക്ച്വലി എന്താ സംഭവിച്ചത്? ലിബറലൈസേഷൻ എന്ന് പറയുമ്പോൾ എക്കോണമി ഓപ്പൺ അപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഏത് സെക്ടറിനെ കൂടുതൽ അതിന്റെ ബെനിഫിറ്റ് കിട്ടിയത്? ടെറിഷറി സെക്ടറിനും സെക്കൻഡറി സെക്ടറിനും ടെറിഷറി സെക്ടറിനാണ് കിട്ടിയത്.
ഓക്കെ, നേരത്തെ അത് നമ്മളൊരു സെൽഫ് സസ്റ്റൈൻഡ് ആയിട്ടുള്ള എക്കോണമി ആയിട്ട് മുമ്പോട്ട് പോകുന്നത്. അപ്പൊ ആർക്കായിരുന്നു കൂടുതൽ? അന്നേരം അഗ്രികൾച്ചറിനായിരുന്നു കൂടുതൽ പ്രോമിനൻസ് വന്നുകൊണ്ടിരുന്നത്. ഓക്കെ, ഇപ്പം എക്കോണമി ഓപ്പൺ അപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ലോക്കൽ ഇൻഡസ്ട്രീസിന് അല്ലെങ്കിൽ ഇൻഡിജിനസ് ഇൻഡസ്ട്രീസിന് അവരുടെ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് പറ്റി. ഓക്കെ, പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് പറ്റി. അവർക്ക് മേലുണ്ടായിരുന്ന ഒരുപാട് MRTP ഉള്ള ടാക്സുകളൊക്കെ നമ്മൾ എടുത്തു കളഞ്ഞു. അതിനുശേഷം എന്ത് ചെയ്തു? അവർക്ക് പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റി. മിച്ചമുള്ളത് അവർക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ടും പറ്റി. ഓക്കെ, അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ അഗ്രികൾച്ചറിന്റെ ഷെയർ ആയിരിക്കും GDP-യിൽ ഇൻക്രീസ് ചെയ്തത്? ഒരിക്കലും അല്ല. സെക്കൻഡറി സെക്ടറിന്റെയും ടെറിഷറി സെക്ടറിന്റെയും ഷെയർ ആയിരിക്കും GDP-യിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം ഈ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തേത്, ഷെയർ ഓഫ് ഇന്ത്യസ് എക്സ്പോർട്സ് ഇൻ വേൾഡ് ട്രേഡ് ഇൻക്രീസ്ഡ്. ശരിയാണ്. കാരണം എന്താ? ഓപ്പൺ അപ്പ് ചെയ്തു. അത്ര നാൾ നമ്മൾ സെൽഫ് സസ്റ്റൈൻഡ് ആയിട്ട് മാത്രം ഇരിക്കുകയാണ്, ക്ലോസ്ഡ് എക്കോണമി. നമുക്ക് നമ്മുടെ കാര്യം, നമ്മുടെ എന്താണ്, എക്കോണമിനെ മുമ്പോട്ട് നയിക്കാൻ പറ്റാതെ സെൽഫ് സസ്റ്റൈൻ, എന്താണ്, ഒരു സെൽഫ് സസ്റ്റൈൻഡ് ആയിട്ട്, അതായത് മിച്ചമൊന്നും വേണ്ട നമുക്ക്, അതായത് ഒരു ഗാന്ധിയൻ പ്രിൻസിപ്പിൾ ഒക്കെ ആയിരുന്നു, ഒരു സോഷ്യലിസ്റ്റ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾ ആണ് നമ്മൾ അന്നേരം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു എക്കോണമി, ഒരു ഗ്ലോബൽ എക്കോണമിയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ താല്പര്യപ്പെട്ടിരുന്നില്ല. ഓക്കെ, അപ്പം അങ്ങനെ 1991 അത് മാറ്റിയിട്ട് ഓപ്പൺ അപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഓപ്പൺ അപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ കൂട്ടിയിട്ട് നമ്മുടെ ഇൻഡസ്ട്രീസിന് പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റി. പ്രൊഡക്ഷൻ കൂട്ടിയിട്ട് ഈ ഇന്ത്യയിൽ ആവശ്യമുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റി. ഓക്കെ, അപ്പം ഷെയർ ഓഫ് ഇന്ത്യസ് എക്സ്പോർട്ട് ഇൻ വേൾഡ് ട്രേഡ് ഇൻക്രീസ്ഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മൂന്നാമത്തേത്, FDI ഇൻഫ്ലോസ് ഇൻക്രീസ്ഡ്. അതും FDI ഇൻഫ്ലോയും ഇൻക്രീസ് ചെയ്തു. കാരണം എന്താ? എക്കോണമി ഓപ്പൺ അപ്പ് ചെയ്തു. എക്കോണമി ഓപ്പൺ അപ്പ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? എക്സ്പോർട്ട് മാത്രമല്ല കൂടുന്നത്, FDI ഇൻഫ്ലോയും കൂടും. കാരണം എന്താ? നമ്മൾ IMF ചെന്നപ്പോൾ നമ്മുടെ ലോൺ തരാൻ വേണ്ടിയിട്ട് ഒരു കണ്ടീഷൻ അവർ വെച്ചിരുന്നത് എന്താ? നിങ്ങൾ എക്കോണമി ഓപ്പൺ അപ്പ് ചെയ്യണം. ഓപ്പൺ അപ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒന്ന്, പുറമേ നിന്നുള്ള MNCs ഇങ്ങോട്ടേക്ക് FDI നടത്താനായിട്ട് വരും. അങ്ങനെ നോക്കുമ്പോൾ FDI ഇൻഫ്ലോസ് ഇൻക്രീസ് ചെയ്തു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നാലാമത്തത്, ഇന്ത്യസ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഇൻക്രീസ്ഡ് എനോർമസ്ലി. അത് ശരിയാണ്. കാരണം എന്താ? നമ്മുടെ ഈ ക്രൈസിസ് വരാനായിട്ട് എന്തായിരുന്നു കാരണം? 1991 ക്രൈസിസ് വരാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് മൊത്തം ഡിപ്ലീറ്റ് ചെയ്തു പോയി. ഓക്കെ, നമുക്ക് അന്നേരമാണ് നമ്മൾ IMF-ലേക്ക് ലോണിന് അപേക്ഷയായിട്ട് ചെല്ലുന്നത്. ഓക്കെ, അങ്ങനെ ഒരു അക്യുമുലേറ്റിംഗ് സിറ്റുവേഷൻ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? പിന്നീടുള്ള വിഷണറീസ് ആയിട്ടുള്ള എക്കണോമിസ്റ്റുകൾ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിനെ മാക്സിമം കൂട്ടിവെച്ചു. ഓക്കെ, IMF-ന്റെ ഒരു മാൻഡേറ്റ് എത്ര നാളത്തേക്കാണ്? 3 മാസത്തെ ഇമ്പോർട്ട് കവർ മതി IMF-ന്റെ മാൻഡേറ്റ് അനുസരിച്ച്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ പറഞ്ഞതാണ്. ഓക്കെ, പക്ഷെ ഇന്ത്യയിൽ അതിനേക്കാൾ വളരെ കൂടുതൽ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് നമ്മൾ കരുതി വെച്ചിട്ടുണ്ട്. അപ്പം നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പം 2, 3, 4 സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഒന്നാമത്തേത്, സ്റ്റാൻഡേർഡ് മാർക്ക് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് BIS is mandatory for automotive ടയേഴ്സ് ആൻഡ് ട്യൂബ്സ്. ടയറുകൾക്കും ട്യൂബുകൾക്കും BIS മാർക്ക് നിർബന്ധമാണെന്നാണ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. നിർബന്ധമാണോ? നിർബന്ധമാണ്. ഓക്കെ, ടയറുകൾക്ക്, ട്യൂബുകൾക്ക്, സിമെന്റുകൾക്ക്, അങ്ങനെയുള്ള ഈ മാനുഫാക്ചർഡ് പ്രൊഡക്ട്സിനൊക്കെ എന്താണ്? BIS മാർക്ക് എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ്. ഓക്കെ, രണ്ടാമത്തേത്, അഗ്മാർക്ക് ഇസ് എ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ മാർക്ക് ഇഷ്യൂഡ് ബൈ ദ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ. ശരിയാണോ? അഗ്മാർക്ക് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ മാർക്കാണ്. ഓക്കെ, ഇന്ത്യൻ സർട്ടിഫിക്കേഷൻ ആണ്. പക്ഷേ FAO അതൊരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ബേസിക് നോളജ് ഉള്ള ആൾക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അഗ്മാർക്ക് FAOയുടെ അല്ല. പിന്നെ അഗ്മാർക്ക് ആരുടെയാണ്? ഡയറക്ടറേറ്റ് ഓഫ് മാർക്കറ്റിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്ന എന്താണ്, മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമർ വെൽഫെയർ എന്ന് പറയുന്ന ആ മിനിസ്റ്ററുടെ കീഴിലുള്ള ഡയറക്ടറേറ്റ് ഓഫ് മാർക്കറ്റിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്ത് ചെയ്യുന്നത്? ഈ അഗ്മാർക്ക് സർട്ടിഫിക്കേഷൻ നടത്തുന്നത്. ഓക്കെ, അത് FAO അല്ല. അപ്പം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഒന്നാമത്തെ നമ്മൾ ശരിയാണെന്ന് പറഞ്ഞിരുന്നു, രണ്ടാമത്തെ തെറ്റാണ്. ഓക്കെ, അപ്പം ഓപ്ഷൻ വരുമ്പോൾ ഏതാണ്? ഓപ്ഷൻ A, 1 only. ലാസ്റ്റ് ക്വസ്റ്റ്യൻ.
വിത്ത് റെഫറൻസ് ടു ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, QCI was set up jointly by the Government of India and Indian Industries. ശരിയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ആരാണ്? മിനിസ്ട്രി ഓഫ് കൊമേഴ്സിന്റെ അകത്തുണ്ട്. മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആണ് എന്താ ഗവൺമെന്റ് ഓഫ് ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്ത് ഈ ക്വാളിറ്റി കൗൺസിലുള്ളത്. ഇപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഉണ്ട്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യൻ ഇൻഡസ്ട്രി. ഓക്കെ, ഇന്ത്യൻ ഇൻഡസ്ട്രി ഉണ്ട്. CII എന്നൊക്കെ കേട്ടിട്ടില്ലേ? കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്, പിന്നെ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, അസോസിയേറ്റഡ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയുന്ന ഇൻഡസ്ട്രിയൽ ബോഡീസ് ആണ് QCI ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ട് ആരുണ്ട്? മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ഉണ്ട്. പിന്നെ ഇന്ത്യൻ ഇൻഡസ്ട്രീനെ പ്രതിനിധീകരിച്ച് ആരുണ്ട്? കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്, പിന്നെ അസോസിയേറ്റഡ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയുന്നത് അസോച്ചം എന്നാണ്. എനിവേ ഇതൊന്നും ഓർത്തിരുന്നാലും കുഴപ്പമില്ല. ഇന്ത്യൻ ഇൻഡസ്ട്രീനെ പ്രതിനിധീകരിച്ചുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യനെ പ്രതിനിധീകരിച്ചിട്ട് മിനിസ്ട്രി ഓഫ് കൊമേഴ്സും ഉണ്ട്. ഇവര് ചേർന്നിട്ടാണ് എന്ത് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ ഫോം ചെയ്ത് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണ്. ഇനി സെക്കൻഡ് ഓപ്ഷൻ, chairman of QCI is appointed by the Prime Minister on the recommendation of the industry to the government. ഈ ഇൻഡസ്ട്രിയുടെ ഇന്ത്യൻ ഇൻഡസ്ട്രി പ്രൈം മിനിസ്റ്ററിന് റെക്കമെൻഡേഷൻ കൊടുക്കും. ആ റെക്കമെൻഡേഷൻ അനുസരിച്ച് പ്രൈം മിനിസ്റ്റർ ആണ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചെയർമാനെ അപ്പോയിന്റ് ചെയ്യുന്ന പ്രൈം മിനിസ്റ്റർ തന്നെയാണ്. ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ വരുന്ന 1 and 2 ശരിയാണ്. ഓപ്ഷൻ സി, ബോത്ത് 1 and 2 ശരിയാണ്. റൈറ്റ്. അപ്പൊ നമ്മൾ 2017 മുഴുവൻ ക്വസ്റ്റ്യൻസും ഇന്നത്തെ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തു. കുറച്ചൊരു എബോവ് ആവറേജ് ലെവലിൽ നിൽക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എന്നാൽ ആ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ നമ്മൾ ഇതിന് പാരലായിട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ അക്കാഡമിയെ ബന്ധപ്പെട്ട് അവിടുന്ന് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.